പെട്ടെന്ന് ഒരു വർഷം കഴിയണേ? അത് എനിക്കും തോന്നി. നാളെയല്ലേ ഗൗരിയുടെ ബർത്ത്ഡേ, നമ്മൾ ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ പോയില്ലല്ലോ. ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ പോണ്ടേ? ഞാൻ ഈ കാര്യം പറഞ്ഞ അമ്മയുടെ പിന്നാലെ കുറെ നേരം നടക്കും. അമ്മ ഒന്നും പറയുന്നില്ല. അമ്മ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. എപ്പോഴാ പോവാൻ എനിക്കറിയാം. ഓ അപ്പൊ ചേച്ചി ആ കാര്യം പറഞ്ഞ അമ്മയുടെ പിന്നാലെ നടന്നിരുന്നോ? ഞാൻ രാവിലെ മുതൽ അമ്മയുടെ പിന്നാലെ നടക്കുക. അമ്മ ഒന്നും പറയുന്നില്ല. എവിടേക്കാ പോണേ, എപ്പോഴാ പോണെന്ന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അല്ല തമ്പുരു, നാളെ ബർത്ത്ഡേക്ക് പോകുമ്പോൾ ഏത് ഡ്രസ് ഇടണേ? അത് പിന്നെ ഞാൻ ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ചേച്ചി ഏത് ഡ്രസ് ഇടണേ? ഓ ഞാൻ ഏത് ഡ്രസ് ഇടാണ്? എന്റെ എല്ലാ ഡ്രസ്സും കേട് വന്നു, ഫുള്ളും പഴയതായിക്കണം. ഓ അതിനെന്താ ചേച്ചി, എന്റെ അടുത്ത് ഏതെങ്കിലും ഡ്രസ് ചേച്ചിക്ക് തരാം. ഓ അതൊന്നും വേണ്ട തമ്പുരു, നിന്റെ ഡ്രസ് എന്തായാലും എനിക്ക് പാകാവൂല, നീ ചെറുതല്ലേ. എന്തായാലും നാളെ ഒരിക്കൽ ഗിഫ്റ്റ് എടുക്കാൻ പോകുമല്ലോ, അപ്പൊ ഒരു ഡ്രസ് കൂടി എടുക്കാം. ഡ്രസ് എടുക്കേ? അതിന് അമ്മ സമ്മതിച്ചോ? ഓ സമ്മതിച്ചല്ലോ. അപ്പൊ എനിക്കും വേണം. ഞാൻ പോയി അമ്മയോട് ഡ്രസ് എടുത്തരാൻ പറയട്ടെ. നീ ഇപ്പൊ എങ്ങോട്ടാ പോന്നേ? ഞാൻ എങ്ങോട്ടാ പോണെന്നോ? ഞാൻ അമ്മയുടെ അടുത്തേക്ക്. ചേച്ചിക്ക് മാത്രം അമ്മ പുതിയ ഡ്രസ് മേടിച്ചു തരാൻ പറഞ്ഞില്ലേ, എനിക്ക് മേടിച്ചു തരാൻ പറയാൻ. പോലെ 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 തമ്പുരു, ഞാൻ പറയാൻ കേട്ടിട്ട് പോ. ഇനി എന്താ ചേച്ചിക്ക് പറയാൻ? എന്തുവാ ചേച്ചി, ചേച്ചിക്ക് എന്താ കേട്? കുറെ നേരമല്ലേ എന്നെ തടഞ്ഞു നിർത്തുന്നേ? ഒരേ ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. ഇന്നൊന്ന് ഞാൻ പറഞ്ഞു തുറക്കുക. അത് പിന്നെ ചേച്ചിക്ക് ഡ്രസ് എടുത്തരെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടൊന്നുമില്ല, ചോദിക്കാൻ വേണ്ടി നിൽക്കുന്നുള്ളൂ. അമ്പടി കള്ളി, അപ്പൊ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ? സോറി തമ്പുരു, എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞ നീ പോയി അമ്മയോട് ചോദിക്കുന്നു. നമ്മൾ രണ്ടുപേരും പോയി അമ്മയോട് ഡ്രസ് ചോദിച്ചാൽ അമ്മ എന്തായാലും മേടിച്ചു തരൂല. ഒരാൾക്കാണ് ഞാൻ എങ്ങനെയും മേടിച്ചു തരും. അതുകൊണ്ട് എന്നോട് പറയാതിരുന്നത്. നീ ഇനിയിപ്പോ പോയി അമ്മയോട് ചോദിക്കൊന്നും വേണ്ടട്ടോ. ഞാൻ ഈ പരിപാടിക്ക് മേടിച്ചോട്ടെ, അടുത്ത പരിപാടിക്ക് നീ മേടിച്ചോ. അമ്പടി പുളിച്ചു, അത് നടക്കൂല. ഓ അപ്പൊ ചേച്ചി പുതിയ ഡ്രസ് ഇട്ട് വലച്ചു, ഞാൻ പഴയ ഡ്രസ് ഇട്ട് നടക്കിയാലേ നടക്കൂല. പ്ലീസ് തമ്പുരു, അമ്മയോട് ചോദിക്കല്ലേ. ഞാൻ ചോദിക്കും. നിനക്ക് ഞാൻ ഡയറി മിൽക്ക് മേടിച്ചു തരാം, നീ ചോദിക്കരുത് കേട്ടോ. ഡയറി മിൽക്കോ? എന്നാ താ ചേച്ചി, ഞാൻ ഇപ്പൊ തരാം. ചോദിക്കരുത് കേട്ടോ. എന്നാ പിടിച്ചോ, താങ്ങട്ടെ. അമ്മേ തമ്പുരു, തമ്പുരു നിക്കടെ. ആ ശരി ഏട്ടാ. എന്നാലേ ഞാനും പിള്ളേരും മാറ്റിക്കാം. ചേട്ടാ ഇവിടെ എത്തിയാലൊന്ന് മിസ് കോൾ അടിക്കൊണ്ടു കേട്ടോ. ആ ശരി ശരി. ആ ഹലോ, എന്താ ഏട്ടാ? ചേട്ടൻ ഇപ്പൊ കടയിലെത്തിയോ? ഇല്ല ചേട്ടാ, ചേട്ടൻ എടുത്ത ഡ്രസ്സ് ഞാൻ പോരുന്നില്ല. എനിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട്. നാളെ രാവിലെ നേരത്തെ പോണ്ടതല്ലേ. ആ കുട്ടികൾക്കൊക്കെ നല്ല നോക്കി എടുക്കണ്ടോ. ആ ശരി ഏട്ടാ. അമ്മേ തമ്പുരു പറയട്ടോ. എന്താടി രാവിലെ തന്നെ തുടങ്ങി രണ്ടാളും? എന്തുവാ രാവിലെ തന്നെ രണ്ടാക്കും വേണ്ടേ? അമ്മേ നാളെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമ്പോ എനിക്ക് ഇടാൻ ഒരു ഡ്രസ്സ് മേടിച്ചു തരുമോ? തമ്പുരു ഫസ്റ്റ് ഞാനല്ലേ ചോദിക്കാൻ തന്നെ. അമ്മ എനിക്ക് വേണം ഡ്രസ്സ്. എന്നാലേ അച്ഛൻ കുളിച്ചിട്ടാ മതിയല്ലേ പൈസ കഴിക്കണേ. അമ്മ പോയി പൈസ എടുത്തോണ്ടിരും ഡ്രസ്സ് മേടിക്കാൻ. പിന്നെ ഞാനെന്താ പറയാ? അമ്മ എന്റെ എല്ലാ ഡ്രസ്സും ചെറുതായി, എല്ലാതും ചീത്തയായിക്കണോ. എനിക്ക് ഇടാനൊരു ഡ്രസ്സുള്ള നാളെ പോകുമ്പോ. ചേച്ചി വെറുതെ പറയാം, അമ്മ എന്റെ എല്ലാ ഡ്രസ്സും കേടാന്നിക്കണോ. ശരി ശരി, നേരത്തെ അച്ഛൻ വിളിച്ചായിരുന്നില്ലേ? അത് അച്ഛൻ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ. ഇനി പോവാൻ ടൈമില്ലല്ലോ, നാളെ രാവിലെ പരിപാടിക്ക് പോണ്ടേ. അച്ഛന് നല്ല ഡ്രസ്സൊക്കെ എടുക്കാൻ അറിയോ അമ്മേ? ആണോ അമ്മേ? അച്ഛൻ വരുമ്പോ ഡ്രസ്സ് കൊണ്ടുവരോ? പിന്നെ അച്ഛന് നല്ല സെലക്ഷനാ. നിങ്ങൾക്കൊക്കെ അച്ഛനല്ലേ ഡ്രസ്സ് എടുത്തിരുന്നത്? ഇപ്പൊ കുറച്ചായിട്ടല്ലേ ഞാൻ എടുക്കാൻ തുടങ്ങി. ആണോ അമ്മേ? അപ്പൊ നല്ല രസമുള്ള ഡ്രസ്സ് കൊണ്ടുവരായിരിക്കില്ലേ? മക്കള് പോയിട്ടേ നാളത്തേക്കില്ല എല്ലാതും റെഡിയാക്കി വെക്കും. ശരി അമ്മേ. അമ്മ എത്ര നേരം ഇവിടെ കാത്തിക്കണം? അച്ഛൻ എന്താ വരാത്തെ? ഇപ്പൊ വരും മക്കളെ, അവിടെ നിന്നിട്ട് വരണ്ടേ? ഫോൺ വിളിച്ചോക്കമ്മേ. എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിക്കാൻ പറ്റൂലല്ലോ, അച്ഛൻ ഡ്രൈവ് ചെയ്യല്ലേ. ഇപ്പൊ എത്തണ്ടാവും. ഇനി അവിടെ എത്തുമ്പത്തിന് ഒരുപാട് നേരമാവും. ഓല് കേക്കൊക്കെ മുറിച്ച് തിന്നിട്ടുണ്ടാവും. പരിപാടി തുടങ്ങുക 12 മണിക്കല്ലേ, ഇപ്പൊ 11 മണി ആയിട്ടല്ലേ ഉള്ളൂ. അനക്ക് കേക്ക് തിന്നാനേക്കറല്ലേ? കേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു കേക്ക് ഫുള്ള് മേടിച്ചു തരാം കേട്ടോ. തമ്പുരു ദേ അച്ഛൻ കാറിൽ വരുന്നു. എവിടെ നോക്കട്ടെ. ഹേയ് ജോളി, അച്ഛൻ വന്നേ. എന്താ അച്ഛൻ വരാൻ ലേറ്റായി? ഞങ്ങൾ കുറെ നേരം അച്ഛനെ കാത്തുന്നു. കുറച്ച് കടി കയറാണ്ടായിരുന്നു, അതാ നേരം വൈകി. ഗൗരി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ? ഓ പിന്നെ ഇടാതിരിക്കുന്നോളെ ബർത്ത്ഡേ അല്ലേ, നീ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ഗൗരിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? ആ ഉണ്ടേട്ടാ, ബാക്കിലുണ്ട്. അച്ഛാ ഗിഫ്റ്റിൽ എന്താ ഉള്ളത്? അത് സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ, അത് ഗൗരിന്റെ അടുത്ത് ചെന്നിട്ട് അവള് തുറക്കുമ്പോ കണ്ടാ പോയിട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം തമ്പുരു. വേണ്ട കേട്ടോ, പറഞ്ഞു കൊടുക്കണ്ട. ഓൾ അവിടെ എത്തിയിട്ട് കണ്ടാ മതി. അങ്ങനെ വാശി പാടില്ലല്ലോ കുട്ടികൾക്ക്. ദേ തമ്പുരു, ഗൗരിയുടെ വീടെത്താനായി. അവിടെ എത്തിയിട്ട് കാണാട്ടോ. കണ്ണൊക്കെ തുടച്ചേ, അല്ലെങ്കിൽ ആൾക്കാർ കാണും. നിങ്ങൾക്ക് എപ്പോഴാ വരുന്നത്? രാവിലെ നേരത്തെ വരണ്ടല്ലേ? ആ മിനി, എന്ത് പറയാനാ, ചേട്ടൻ വരാൻ നേരം വൈകി, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഓ അതെ. ആ മിനി, വർത്താനം പറഞ്ഞു ഇവിടെ നിന്നിട്ട് അകത്തേക്ക് വരണ്ടേ? ആ ചേച്ചി പോവാം. തമ്പുരു എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ആ നല്ല രസമുണ്ട്, ഞാൻ പറയാനിരിക്കുവായിരുന്നു. എന്നാ പോവാ മിനി. ആ ചേച്ചി. ആ മോളെ നല്ല ഭംഗിയുണ്ട്. അച്ഛന്റെ കുട്ടി സുന്ദരി കുട്ടി ആയിക്കണോ? ആ മോളെ നല്ല ഭംഗിയുണ്ട്. അച്ഛന്റെ കുട്ടി സുന്ദരി കുട്ടി ആയിക്കണോ? അവരവിടെ നിന്ന് വരണ്ടേ? കുറച്ചു നേരം എടുക്കും. അതുവരെ എന്റെ കോഴിക്കുട്ടി ഒന്ന് സമാധാനായിരിക്കേ. കേക്ക് ഒന്നും ഇപ്പൊ എടുക്കാൻ പറ്റില്ല, എല്ലാരും വരട്ടെ എന്നിട്ട് നമുക്ക് കേക്ക് എടുക്കാട്ടോ. ആ
മോളെ. അമ്മമ്മയുടെ കുട്ടീനെ ഈ ഡ്രസ്സിൽ കാണാൻ രാജകുമാരനെ പോലെ ഉണ്ട്. അമ്മ അമ്മ മാത്രമേ വന്നുള്ളൂ. അവരൊക്കെ പുറകെ വരുന്നുണ്ടോ മക്കളെ? തമ്പുരു, നിന്റെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് ട്ടോ. അതെ കോടി. മക്കളെ, അമ്മ ഇപ്പൊ വരാട്ടോ. അച്ഛനെ എവിടെ നോക്കട്ടെ. ആ അമ്മയെ നോക്കിട്ട് വാ. മക്കളെ, എന്താ അമ്മനൊന്നും കാണാത്തെ? അമ്മ എവിടെ? അമ്മ മിനി ആന്റിനോട് സംസാരിച്ചിരിക്കുന്നുണ്ട്. ആണോ? അവർ രണ്ടാളും പിന്നെ കണ്ടു കഴിഞ്ഞാൽ സംസാരം നിർത്തൂല. ആ ചെറിയമ്മ, അവർ സംസാരം കഴിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ആ കുറെ ഇല്ലേ കണ്ടിട്ട്, അപ്പൊ കുറെ പറയാണ്ടാവും, അതാവും. നീതുമോളുണ്ടായിരുന്നില്ല മിനി ആന്റിൻ്റെ കൂടെ? നിങ്ങളുടെ കൂടെ പോന്നില്ല അവള്? ഞങ്ങൾ കുറെ വിളിച്ചു. അവൾ അവളുടെ അമ്മയുടെ കൂടെയാണെന്ന് പറഞ്ഞു. ഓ ആണോ? ആ അതാ നീതുമോളും അമ്മയും അച്ഛനൊക്കെ വരുന്നു. അച്ഛനൊക്കെ പോന്നോ? ഞാൻ ചോദിച്ചപ്പോ അച്ഛൻ വരുന്നില്ല പറഞ്ഞു. ആ ആന്റി, ഇന്ന് ഓഫീസിൽ ലീവായിരുന്നു, അതാ പോന്നേ. ആ ഏട്ടൻ വന്നോ? ആ ഇന്ന് ഓഫീസിൽ ലീവ് കിട്ടി, അതാ പോന്നെ. ആ ലച്ചു പറഞ്ഞു ഇന്ന് ലീവായിരിക്കൂലേ? ആ ഹായ് ഗൗരി, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു? എപ്പോഴാ വരണേ? ഞങ്ങൾ അവിടെ അങ്ങനെ സംസാരിച്ചു നേരം പോയതറിഞ്ഞില്ല. പിന്നെ മിനിനെ കുറേ ഇല്ലേ കണ്ടിട്ട്, അപ്പം അങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നു. ആ ആരാ ചേച്ചി ഈ ഡെക്കറേഷനൊക്കെ ചെയ്ത്? നല്ല ഭംഗിയുണ്ടല്ലോ. ഓ അത് ഏട്ടൻ്റെ പണിയാണെന്നേ. ഓ ആണോ? എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ആ അമ്മയും അച്ഛനും വരട്ടെ, എന്നിട്ട് വേഗം കേക്ക് മുറിക്കാം, കുറേ ടൈമായില്ലേ. ആ എല്ലാരും വന്നല്ലോ, ഇനി കേക്ക് മുറിക്കാം. ആ ചേട്ടാ മുറിക്കാം. ഞം 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 ഞം. ഇനി ഗൗരിക്ക് എന്റെ വക ഗിഫ്റ്റ്. നീ അത് പൊട്ടിച്ചു നോക്കേ. ഇനി ഞങ്ങളെ വക ഗൗരിക്ക്. തുറക്ക് ഗൗരി. ഹായ് ബാർബി ഡോൾ. തമ്പുരു, എനിക്ക് ഈ ഡോൾ ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. എനിക്ക് ബാർബിനെ വെച്ച ജീവനാ. താങ്ക് യു. ഇനി അമ്മൂമ്മന്റെ അപ്പൂപ്പന്റെ വക ഗിഫ്റ്റ്. തുറന്നു നോക്ക് മോളെ. വെൽക്കം മോളെ.